ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു സർപ്രൈസ്, ചെറിയൊരു കാര്യം, ചെറുതല്ല വളരെ വലുതാണ്. അതായത് നമ്മുടെ ഒരു കലിയൻ എന്ന് പറഞ്ഞൊരു നാടകം നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു. അതിൻ്റെ പിന്നീടാക്കളെല്ലാം, അതായത് 7 പേരിൽ 3 പേരും നമ്മുടെ സംഗീത സല്ലാപത്തിലെ ഗായകരാണ്. ആ 3 പേരെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 3 പേരും ഒന്ന് ഇതരണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെക്രട്ടറി എടുത്ത നാടകമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആണെങ്കിൽ തന്നെയും അദ്ദേഹം പല നാടകങ്ങളിലും പല വേദികളിലും അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഗീത സല്ലാപത്തിലെ 2 ഗായകർ അവരാദ്യമായാണ് ഒരു നാടകവേദി പങ്കിടുന്നത്. അതല്ല അതിനുള്ള കാര്യം. അതായത് നിങ്ങൾ എല്ലാവരും ആ നാടകം കണ്ടതാണ്. അതായത് വളരെ ഒറിജിനാലിറ്റിയോടുകൂടി, വളരെ നല്ല രീതിയിൽ, വളരെ ഭംഗിയായിട്ടാണ് ആ നാടകം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അവർക്ക് നമ്മുടെ സംഗീത സല്ലാപത്തിൽ ഒരു ചെറിയ വരവേൽപ്പ് അത് നമുക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് നമുക്ക് ഇത് അവർക്കൊരു പ്രോത്സാഹനവും കൂടിയാണ്. അതുമല്ല, നമ്മൾ ഓരോ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കുന്നത് ശരിയായ ഒരു സ്വഭാവമല്ല. നല്ലതിനെ നല്ലതാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അതുകൊണ്ട് നമുക്ക് ഇവരെ 3 പേരെയും ഓരോ ഷാള് കൊടുത്ത് അനുഗ്രഹിച്ച് അവര് വളരെ വളരെ വലിയ വലിയ വേദികൾ കീഴടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവർക്ക് ഓരോ ഷോള് കൊടുക്കും. എല്ലാവരുടെയും അനുവാദത്തോടും നമ്മുടെ ഈ വേദിയിൽ ഒരു ഷോള് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഷോളിന് ചിലപ്പോൾ 50-60 രൂപയാണ്. അതല്ല, അതിൻ്റെ വില വേറെ. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലാതെ എപ്പോഴെങ്കിലും പോയി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ, അതായത് ബുധനാഴ്ച നമുക്ക് ഗായകർ കുറവായിരിക്കും. അത് ശനിയാഴ്ച ആകുമ്പോൾ അത് കുറച്ചുകൂടി കളർഫുള്ളായി. അപ്പൊ അതൊന്ന് ഞാൻ ആരും വിളിച്ചിരുന്നില്ല, ആരും ക്ഷണിച്ചിരുന്നില്ല. എന്നിരുന്നാലും നമ്മളെ പഴയ ആളുകളെല്ലാം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. 2 വാക്ക് വളരെ ചുരുങ്ങിയ സമയം, ഓരോ മിനിറ്റ് വെച്ച് നമ്മൾ ആ 3 പേരും ഒന്ന് സംസാരിക്കും. കൊടുക്കാം. എല്ലാവർക്കും നന്ദി. ഈ നാടകം തുടങ്ങുന്ന സമയം മുതൽ തന്നെ ജഗന്നാഥന്റെ ഭാഗത്തുനിന്ന് എനിക്ക് വളരെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സംഗീത സല്ലാപം തന്നെയാണ് ഈ നാടകത്തിന് ഒരു കാരണം ഏതൊരു നാടകം എടുക്കുന്നവർക്കും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതിലെ നടിമാരെ കണ്ടെത്തുക എന്നുള്ളത്. എനിക്ക് തീർച്ചയായും ഇവിടെ വെച്ച് ഒരു കഴിഞ്ഞ ഓണ ആഘോഷത്തിൽ സിന്ധുവിനെ കണ്ടെത്തിയതാണ് എനിക്ക് ഒരു നാടകം എടുക്കാൻ കഴിയും എന്ന് പറ്റും. കാരണം അല്ലെങ്കിൽ ഒരു നാടകം എടുക്കാൻ നടിയെ കണ്ടെത്തുക. ഞാനൊരു നാടകം എഴുതി വെച്ചിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ജഗന്നാഥനെ കൊണ്ടുകൊടുത്തു. ഞാൻ വർഷങ്ങളായിട്ട് അപ്പോൾ ആ നാടകം സിന്ധുവിനെ കൊടുത്തു. അഭിനയിക്കുമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ ഇതുവരെ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരുന്ന് ആ ഒരു സ്കിറ്റ് ഇപ്പം എൻ്റെ ഭാര്യയും അത് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളെ ശോഭ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അത് അഭിനയിക്കാൻ ഇപ്പം എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാരണം ആ നാടകം കാരണം വേറൊരു ടീം എടുത്തുകൊണ്ട് പോയി ആ നാടകം അവതരിപ്പിച്ചു ഇവിടെ മൈലോപ്പള്ളി. ഞങ്ങൾ പോയി കാണാൻ പോയി. നല്ലൊരു നമ്മുടെ അന്ന് നാടക ഉദ്ഘാടനത്തിനന്ന് മറ്റേ ഗീഷ് സാർ അത് പറയുകയും ചെയ്തു. ഞാൻ എഴുതിയ നാടകമാണ് അവർ കൊണ്ടുപോയി അവതരിപ്പിച്ചത്. പക്ഷെ ഇവിടെ ഇങ്ങനെ പിന്നെ എന്നെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തിയത് രാജീവ്
സിന്ധുവിന് കൂട്ടുവന്ന് ഞങ്ങൾ പിടിച്ച് കയറ്റുകയായിരുന്നു സ്റ്റേജിൽ. പക്ഷെ ആ രാജി അവസാനം ഞങ്ങളുടെ ആ റിഹേഴ്സലിന്റെ ഒരു ഗുണമാണ്, രാജി ഒരു നല്ല നടിയാണെന്ന് അവിടെ തെളിയിച്ചു. അവിടെ നാടകം കണ്ട ഒരുപാട് പേര് അത് പറയുകയും ചെയ്തു. പിന്നെ ഞാൻ 2 ദിവസമായിട്ട് നാടകം വെക്കാൻ കാരണം ഉദ്ഘാടനം വെച്ചു. ഉദ്ഘാടനം എനിക്കറിയാം ഉദ്ഘാടനം വിജയമാവും എന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിന് ഞാൻ പ്രധാനമായിട്ട് സംഗീത സല്ലാപത്തിലെ അംഗങ്ങളെ തന്നെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ആ ഉദ്ഘാടനം ഏറ്റവും വലിയ വിജയമായത് സംഗീത സല്ലാപത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ്. അവരെല്ലാവരും വന്നു. അതുപോലൊരു സദസ്സ് വരാൻ പറ്റി. ഉദ്ഘാടന ദിവസം അങ്ങനെ ഒരു സദസ്സ് കിട്ടിയപ്പം അടുത്ത ദിവസം ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസമായി, കുറച്ചുകൂടെ മെച്ചമായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. ആ നാടകം നിങ്ങൾ അന്ന് കണ്ടതിനേക്കാളും ഇനിയും മെച്ചമാക്കി ഞങ്ങൾ അവതരിപ്പിക്കും. ഒരുപാട് വേദികളിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾ അടുത്ത ഉത്സവ സമയത്ത് തുടങ്ങി. ഇപ്പം ഓണത്തിന് ഇങ്ങനൊരു തടസ്സം വന്നതുകൊണ്ടാണ് അത് അവതരിപ്പിക്കും. ഇന്നലെ നമ്മുടെ ഉള്ളൂർ ഇളങ്കാവിൽ നാടക ഉത്സവം പ്രൊഫഷണൽ നാടകങ്ങളുടെ മത്സരം നടക്കുകയാണ്. ആ വേദിയിൽ നമ്മുടെ നാടകത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഐലം ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് വളരെ ചെറിയ രീതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അധികമായ ചെലവുകളും മറ്റൊന്നും ഇല്ലാതെ നല്ലൊരു പ്രമേയം നമ്മൾ അവതരിപ്പിച്ചു എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടി. നമുക്ക് അവിടെ നല്ലൊരു വലിയ സദസ്സിന് മുമ്പിൽ വിളൈറ്റ് തിയേറ്റേഴ്സിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ എനിക്ക് നാട് മൊത്തം അസൂയാലുകളാണ്. ഭയങ്കര സുന്ദരിയായ ഒരു ഭാര്യയെ നാടകത്തിന് കിട്ടിയതുകൊണ്ട് ചുമ്മാ മത്തിയതാണ്. ശരി, ഇനി സിന്ധു ജീവിതത്തിലും അങ്ങനെ ചേട്ടൻ പറഞ്ഞതുപോലെ ചേട്ടന്റെ ജീവിതത്തിലും സുന്ദരിയായ ഭാര്യയാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത്. സിന്ധു ചേച്ചി എന്റെ സ്വന്തം ചേച്ചി, എന്റെ സ്വന്തം സഹോദരനാണ് ഇരിക്കുന്നത്. ഏത് സാഹചര്യത്തിലും എന്ത് അവസരത്തിലും എനിക്ക് എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഓടി ചെല്ലാൻ പറ്റുന്ന ഒരാളാണ് മോഹൻ ചേട്ടൻ. എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ നേട്ടമാണ് മോഹൻ ചേട്ടനും ജഗന്നാഥ് സാറും. എൻ്റെ രണ്ട് വ്യക്തികളെ എൻ്റെ ജീവിതത്തോടെ എനിക്ക് ചേർക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്പത്താണ് ഈ 2 പുരുഷ കേസുകൾ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ പൊതുവെ ഈ സഭാകമ്പം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് സദസ്സിനെ പേടിയില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ നാടകത്തിൽ ഞാൻ നന്നായിട്ട് പേടിച്ചായിരുന്നു. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും 1 മണിക്കൂർ നാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട റോള് മോഹൻചേട്ടൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നൊരു ഇതിനകത്തൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഡയറക്ടേഴ്സ് തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവർക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഗുരുസ്ഥാനീയരായ ആൾക്കാരുടെ ഇടയ്ക്ക് കാലി തൊട്ട് തൊഴുത് ഒരുപാട് അനുഗ്രഹം നേടിയിട്ടാണ് ഞാൻ സ്റ്റേജിലോട്ട് കയറിയത്. അതിൻ്റെതായ ഗുരുത്വം സ്റ്റേജിൽ എനിക്ക് കിട്ടിയിരുന്നു. ജഗന്നാഥ് സാറിനോടാണ് എനിക്കതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. സാറിന് ഞാൻ കാലി തൊട്ട് തൊഴ മാത്രമല്ല, സാറിനെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ സ്റ്റേജിലോട്ട് കയറിയത്. സാറ് 1 പ്രാവശ്യം 2 പ്രാവശ്യം സാറ് ഞങ്ങളുടെ ഗ്രീൻ റൂമിലോട്ട് കയറി വന്നു. സാറിന് മനസ്സിലായി ഞാൻ ടെൻസ്ഡാണ്. അപ്പോൾ സാർ അവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ കൂളായി തന്നെയാണ് സ്റ്റേജിൽ കയറിയത്. ഏറ്റവും നല്ല ഇതായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ഇത് ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. ഇത് ഞാൻ തന്നെയാണ്, എൻ്റെ മുഖത്ത് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വരുമോ എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. കാരണം വെച്ചാൽ ഞാൻ പാടുക എന്നുള്ളതല്ലാതെ ഇങ്ങനത്തെ ഒരു വേദിയിലാവുന്ന അഭിനയിക്കാനൊന്നും ആദ്യമായിട്ടാണ്. വെരി ഫസ്റ്റ് സ്റ്റേജാണ് എൻ്റെയും രാജയുടെയും. ഞാൻ നിർബന്ധപൂർവ്വം ഡയറക്ടറോട് ആവശ്യപ്പെട്ടു, മോഹൻ ചേട്ടനോട്, ചേട്ടാ രാജിക്കും കൊണ്ട് റോൾ കൊടുക്കണം, അവൾ ചെയ്യും എന്ന്. തുടക്കത്തിലൊക്കെ നമുക്കൊരു ഇതുണ്ടായിരുന്നെങ്കിൽ അവൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തു. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അതിലെനിക്ക് ഭയങ്കര അഭിമാനമാണ്. പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സംഗീത സല്ലാപത്തോടാണ്. കാരണം നിങ്ങളെല്ലാവരും അവിടെ ഓടിയെത്തി ഞങ്ങളെ എല്ലാവരെയും ഒരുപാട് അഭിനന്ദിച്ചു. നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന സന്തോഷം ഒരുപാട് പകർന്നു തന്നിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് പോയത്. ആദ്യത്തെ ദിവസം വരാൻ കഴിയാത്തവർ 2ാമത്തെ ദിവസം വന്നു. എല്ലാവരും ഒരുപോലെ അഭിനന്ദിച്ചു, എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു. ഞങ്ങളെ 3 പേരും അഭിനയിച്ചെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു തികഞ്ഞ ഒരു പിന്തുണയായിരുന്നു അവിടെ ആ പ്രോഗ്രാം വിജയിക്കാൻ കഴിഞ്ഞതിൽ. അതുകൊണ്ട് എല്ലാവർക്കും, സംഗീത സല്ലാപത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്തുണച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ നന്ദി. അടുത്തത് രാജി. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഞാൻ സിന്ധുവിന് കൂട്ടുപോയതാണ്.
അപ്പോൾ പിന്നെ അവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരണമെങ്കിൽ ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ഇവരെന്നെ പിടിച്ചത്. പിന്നെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ചെയ്തതേ ഉള്ളൂ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. സിന്ധു ആണെങ്കിൽ സ്കിറ്റിലെങ്കിലൊക്കെ അഭിനയിച്ചിട്ട് ഒരു പരിചയങ്ങളോട് എനിക്ക് ഒട്ടുമില്ല. പിന്നെ അതുപോലെ 2-3 റോൾ ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു. എല്ലാവരും പറഞ്ഞു എല്ലാത്തിനും വ്യത്യസ്തമായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ജനറൽ സാറിനും ചേച്ചിയെയും സുധി ചേച്ചിയെയും മോഹൻചേട്ടനെയും ഒക്കെ കാല് തൊട്ട് തൊഴുതിട്ടാണ് ഞാൻ കയറിയത്. എല്ലാവർക്കും നന്ദി. വേറൊന്നുമില്ല.